പല അമ്മമാരുടെയും പരാതിയാണ്, എൻ്റെ കുഞ്ഞ് ഭയങ്കര വികൃതിയാണ്, പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, ഒന്നിനോടും ഭയമില്ല, സ്കൂളിലും വീട്ടിലുമൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്, ഇത് ഭയപ്പെടേണ്ട ആവശ്യകതയുണ്ടോ, ഇത് പ്രായത്തിനനുസരിച്ചുള്ള വികൃതി തന്നെ മാറുകയില്ലേ എന്ന്. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് കുട്ടികളിൽ കാണുന്ന ഒരു വൈകല്യമാണ്. ഇത് 6 വയസ്സൊക്കെ ആകുമ്പോഴാണ് നമുക്ക് പ്രത്യേകമായിട്ട് മനസ്സിലാകുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഹൈപ്പർ ആക്ടിവിറ്റി, ഇമ്പൾസീവ്നെസ്, ഇൻ അറ്റൻഷൻ, ഒട്ടും തന്നെ ശ്രദ്ധയുണ്ടാകില്ല, ഒരു കാര്യങ്ങളും ടെൻഷനില്ലാതെ, ഭയമില്ലാതെ, ഒന്നിനെയും പേടി ഉണ്ടാവില്ല, എടുത്തു ചാടി പെരുമാറുന്നു, അപകടങ്ങളിലേക്ക് പോകുന്നു, പറഞ്ഞാൽ അനുസരിക്കില്ല, സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിൽ അടങ്ങിയിരിക്കില്ല, ഓടിച്ചാടി നടക്കുന്നു, ടീച്ചർക്ക് പഠിപ്പിക്കാൻ പ്രയാസം, പറഞ്ഞാൽ അനുസരണയില്ലായ്മ, എപ്പോഴും ഇങ്ങനെ വികൃതി കാണിച്ചുകൊണ്ട് നടക്കുമ്പോഴത്തേക്കും അത് ഒരു അബ്നോർമൽ ബിഹേവിയറാണ്. ഇതിന് നമ്മൾ ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചായിട്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ്, അതോടൊപ്പം തന്നെ സ്പീച്ച് ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് സ്പീച്ച് തെറാപ്പി, ബിഹേവിയറൽ ഓക്കുപേഷൻ തെറാപ്പി, ഇപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ ഒക്കെ സഹായത്തോടു കൂടി വേണം നമ്മൾ മാനേജ് ചെയ്യാനായിട്ട്. ഇത് ട്രീറ്റ്മെൻറ്റ്സ് മെഡിസിൻസ് ആയിട്ടും തെറാപ്പികളായിട്ടും അവൈലബിൾ ആണ്. അപ്പം ചെറിയ കുഞ്ഞു വികൃതികളൊന്നുമല്ല, ഉറപ്പായിട്ടും സ്കൂളിൽ ഒരു ടീച്ചർ ഒരു അറ്റൻഷൻ വേണമെന്ന് പറയുമ്പോൾ അതിലൊരു ടെൻഷൻ വിചാരിക്കുകയല്ല ചെയ്യേണ്ടത്. ഒരു പീഡിയാട്രിഷ്യനെ കാണിച്ച് കൃത്യമായിട്ടൊരു ഇവാലുവേഷൻ ചെയ്ത് വേണ്ട കാര്യങ്ങൾ എത്രയും നേരത്തെ ചെയ്ത് നോർമലാക്കാൻ ശ്രമിക്കും.